Hello guys, welcome to Learning Science with RK. My name is Ratish. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ബയോളജിയിലെ ലിവിങ് വേൾഡ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് പാർട്ടാണ്. ഇറ്റ്സ് ഒരു വലിയൊരു സബ്ജക്റ്റ് ഒന്നുമല്ല. ഇറ്റ്സ് വെരി ഷോർട്ട് തിങ്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് റീക്യാപ്പ് ഓഫ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് as I said, the living world, chapter 1. Okay. അപ്പോൾ നമുക്കറിയാം ജീവനുള്ളവ നമുക്ക് ചുറ്റുംപുറം എല്ലായിടത്തും ഉണ്ട്. വെദർ ഇറ്റ്സ് ഇൻ നമ്മുടെ വീടിനടുത്തുള്ള കുളമായിക്കോട്ടെ, പുഴയായിക്കോട്ടെ, വെദർ ഇറ്റ്സ് ഇൻ ഓഷൻ, ഐ മീൻ ദെൻ ഓൾസോ ഇൻ ഓഷ്യൻ, ദെൻ ഇൻ ഡെസേർട്സ്, എവറിവെയർ വി സീ ദ പ്രസൻസ് ഓഫ് ലൈഫ്, റൈറ്റ്? ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ ലിവിങ് ഫോം ഫ്രം എ നോൺ ലിവിങ് ഫോം? അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കാൻ പോകും. ജസ്റ്റ് എ കപ്പിൾ ഓഫ് ദം. ദ ഫസ്റ്റ് വൺ among them is the all living beings they grow. Okay, അതാണ് നമ്മൾ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് പഠിക്കുന്നത്. ഒരു ജീവി വളരും എന്ന് പറഞ്ഞത് നമുക്കറിയാം, അതിൻ്റെ ഇൻക്രീസ് ഇൻ മാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ആ ഇൻക്രീസ് ഇൻ മാസ് എന്ന് പറയുമ്പോൾ ബേസിക് തിങ് എന്ന് പറയുന്നത് ദ തിങ് ഇൻവോൾവ് ഇസ് കോൾഡ് സെൽ ഡിവിഷൻ. അതായത് നമ്മളൊരു ജീവി വളരുമ്പോൾ ആ ജീവിയുടെ സൈസിന് പ്രൊപ്പോർഷണലായിട്ട് കാരണമാവുന്ന ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ജീവിയുടെ സെൽസ് ഡിവൈഡ് ചെയ്യുന്നതാണ്. when you have just start to write something, the first one is living beings grow. All living beings grow, right? അതിപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ പോയിന്റാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ഇസ് സപ്പോസ് ടു ബി ദ കീ, സപ്പോസ് ടു പ്ലേ കീ റോൾ ഇൻ ദിസ് പ്രോസസ്. അതാണ്. പിന്നെ അതിൽ പ്രത്യേകിച്ചിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ അനിമൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ മോസ്റ്റ്ലി അനിമൽ ഗ്രോത്ത് നമുക്കറിയാം, ബീങ് എ ഹ്യൂമൻസ് നമുക്ക് അത്ര അധികാരമായിട്ട് വളരാൻ പറ്റും. അപ് ടു സെർട്ടൺ ഒരു എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ ഉള്ളൂ ഓവർ സൈസ് ഒക്കെ വരാൻ പറ്റുള്ളൂ. സോ ഓൾമോസ്റ്റ് ഇസ് കൈൻഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട് ഈ കേസസിലും. ലിവിങ് ബീങ്സ് ഗ്രോ ചെയ്യുന്നത്, നോൺ ലിവിങ് ബീങ്സും ചില കേസസ് ആർ ദർ ലൈക്ക് ഗ്രോസ് ഇൻ സൈസ്, ബട്ട് അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, മൗണ്ടൻസിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം. നമ്മൾ സാൻഡ് ഡ്യൂൺസ് ഒക്കെ കണ്ടിട്ടില്ല, കാറ്റ് വന്ന് മണൽ പരന്ന് അതിൻ്റെ പുറത്ത് വന്ന് വീഴുന്നിട്ട്. സോ ദിസ് ക്യാൻ ഓൾസോ ഗ്രോ. സോ ദിസ് ഈസ് ആക്ച്വലി നോട്ട് കൺസിഡർഡ് ടു ബി എ പ്രോപ്പർട്ടി ഓഫ് ദി ലിവിങ് ബീങ്, റൈറ്റ്? അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് അതിന് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഓൾ ലിവിങ് ബീങ്സ് ഗ്രോ എന്ന് പറയുന്നത് മാത്രം പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് മാത്രം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സപ്പോസ് ടു ബി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. രണ്ടാമത്തതാണ് ദ സെക്കൻഡ് ഫീച്ചർ വി ആർ ഗോയിങ് ടു സീ ഈസ് ദ reproduction. It's reproduction as such is defined as the production of progenies possessing features more or less similar to that of the parents. In a textbook definition ആണ് ഞാൻ വായിച്ചത്. അതായത് പാരൻസിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ഉള്ള ഓഫ് സ്പ്രിങ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റിപ്രൊഡക്ഷൻ. മീൻസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി possessing features more or less similar to their parents. നമുക്കറിയാം മനുഷ്യരുടെ കുട്ടി മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്നു. സോ യു ക്യാൻ ഇമാജിൻ, റൈറ്റ്? So almost the same features ആണ് നമ്മൾ almost the same thing ആണ് reproduction. So there are two different kinds of reproduction. One is called a sexual reproduction and the other one is called as the asexual reproduction. In sexual reproduction, actually we need specific sex organs വേണം, both male and female sex organs വേണം. And here mostly asexual reproductions നടക്കുന്നത് ലോവർ കിങ്ഡംസിലാണ്. മോസ്റ്റ്ലി നിങ്ങൾക്കറിയാം ഈസ്റ്റ് ഉണ്ടാകണം, ഈസ്റ്റ്, and then you heard of it, hydra, right? All these guys actually they do the asexual reproduction by binary, mostly by budding. Okay, ഈ ഒരു കേസിൽ ബഡിങ് വഴിയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാനുള്ളതാണ് നമ്മുടെ ഫ്ലാറ്റ് വേംസ് ഉണ്ട്. ഫ്ലാറ്റ് വേംസ് ഒക്കെ ജസ്റ്റ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻസ് ഒക്കെ വഴിയാണ് നടക്കുന്നത്. മെയിൻലി ഒരു ഫ്രാഗ്മെന്റ് വീണ് കഴിഞ്ഞാൽ ആ ഫ്രാഗ്മെന്റ് ശരീരത്തിൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് പ്ലാന്റേറിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ, അത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ പോൺസിലൊക്കെ ഉണ്ട് ആൽഗീസ്, ഫിലമെന്റസ് ആൽഗി, മോസ്റ്റ്ലി ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗി ഒക്കെ ദേ ആർ ഓൾസോ കൈൻഡ് ഓഫ് ഡിവൈഡിങ്, സെക്ഷൽ റിപ്രൊഡക്ഷനിലാണ് മോസ്റ്റ്ലി. ഓക്കെ, ആൻഡ് ഈ ഒരു കേസസിലും ഈ ഒരു റിപ്രൊഡക്ഷൻ്റെ കേസിൽ ദർ ആർ എക്സെപ്ഷൻസ്. ബിക്കോസ് ജീവനുള്ളവർ റിപ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ദർ ആർ എക്സെപ്ഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ
mule നമ്മൾ കേട്ടിട്ടുണ്ടാകും. So this is actually ഒരു ക്രോസ് ആണ്. Mule is produced between the ഒരു cross between a male donkey and female horse. Okay, ഇതിലുണ്ടാവുന്ന പ്രോജനികൾക്ക് ആക്ച്വലി ദേ ആർ ഫെർട്ടൈൽ ആയിരിക്കും, സോറി സ്റ്റെറൈൽ ആയിരിക്കും. സ്റ്റെറൈൽ മീൻസ് ദേ കനോട്ട് റീപ്രൊഡ്യൂസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള കേസസിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറെ എക്സെപ്ഷൻസ് നമുക്കറിയാം. വർക്കർ ബീസ്, നിങ്ങൾ ഹണി ബീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വർക്കർ ബീസ് ഉണ്ട്. ദേ ഓൾസോ കനോട്ട് റീപ്രൊഡ്യൂസ് ബൈ ദംസെൽസ്. ആൻഡ് ഓൾസോ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് ഉണ്ടാവും, ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാത്ത കുട്ടികൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ആർ non-living, right? So this also cannot be completely called as a characteristic feature of the living beings, but still for scientific explanation we can say that living beings, they reproduce. And the third factor is it's the main one of the main key, most important factor, which is called as the metabolism. All living forms they have specific metabolism. അതായത് നമുക്കറിയാം ഹ്യൂമൻ ബോഡി ആക്ച്വലി ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് thousands of different small chemicals, അതിപ്പോൾ either it's different ഫോംസിൽ പറയുകയാണെങ്കിൽ DNA ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും, ലിപ്പിഡ്സ് ഉണ്ടാവും, അതിൻ്റെ തന്നെ സ്മോൾ കോൺസ്റ്റൻറ്റ് അമിനോ ആസിഡ്സ് ഉണ്ടാവും, അങ്ങനെ പല പല സ്മോൾ കോൺസ്റ്റൻറ്റ്സ് ഉണ്ടാവും. അറ്റ് എ ഗിവൺ ടൈം പോയിന്റ് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ there are a lot of chemical things which are happening, right? Our chemical reaction, the sum of those chemical reactions inside a body at a given time is called as metabolism of the individual. Okay, അപ്പോൾ ആ മെറ്റബോളിസം ഈസ് എ കീ പ്രോപ്പർട്ടി ഓഫ് ഓൾമോസ്റ്റ് ഓൾ ലിവിങ് ബീയിങ്സ്. അതായത് ജീവനുള്ള എല്ലാവരുടെയും ശരീരത്തിൽ ഈ മെറ്റബോളിക് റിയാക്ഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമാണ് എല്ലാ റിയാക്ഷൻസും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഐദർ ഇറ്റ്സ് ഫോർ മൂവ്മെന്റ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു an organism, it happening because of the metabolic reaction what is happening inside a living form. Okay, so when compared to these all the three of them, metabolism is the topmost priority in ranking an organism. It's about when we say that it is a living form. Okay, അടുത്തത് വേറൊന്ന് നമുക്ക് പറയാനുള്ളത്, all living forms they respond to stimuli. Okay, they can they have the ability to സെൻസ് ആൻഡ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഓക്കെ, സെൻസ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും, ഒരു സ്റ്റിമുലൈ കൊടുത്തു കഴിയുമ്പോൾ സെൻസ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനുള്ള സ്പെഷ്യാലിറ്റി അത് നമുക്കറിയാവുന്നതാണ്. സോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ, തൊട്ടാവാടി പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ ഐദർ കുഡ് ബി ഫിസിക്കൽ സ്റ്റിമുലൈ ആവാം, ഷുഡ് ബി കെമിക്കൽ, എന്തെങ്കിലും കെമിക്കൽസ് ഇട്ട് കൊടുത്താലാവാം, ഓർ ഷുഡ് ബി കൈൻഡ് ഓഫ് ബയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റിമുലസും ആവാം. സോ ദർ ആർ 3 kinds of them. ഏതെങ്കിലും ഒരു സ്റ്റിമുലൈ തൊട്ട് മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഓർ മൈക്രോ ഓർഗാനിസം ഓൾ ഓഫ് ദം റെസ്പോണ്ട്. They can sense and respond. അവർക്കത് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കി അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനും കഴിയും. So this is also a particular feature of most of the living beings. So these 4 characteristic features ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻലി ആയിട്ട് നമ്മൾ പറയുന്നത്, once again I will repeat, all living forms they grow, all living forms they reproduce, though these 2 features are not strictly correlated with the non-living forms, but still we say that this is a characteristic feature of the living beings. And another one is third one is a metabolism, which is the topmost among all these forms, and the other one is all organism sense and response to stimuli. Okay, so this is a very small chapter, and next chapter നമ്മൾ വരുമ്പോഴത്തേക്കും we will discuss more about the remaining chapters. ഇപ്പോൾ ഒരു ട്രയൽ വീഡിയോ ഞാൻ ഇട്ടതാണ്. This is my first video, and thanks a lot for watching it, and please subscribe to my channel. And in the upcoming chapters I will go, my idea is to finish all this book, and I will keep on studying it by myself, and I will come back to you as early as possible. Thank you very much for your attention, and please let me know if you have any comments, and you can add it in the comment box. Thank you so much.